is to give this token of appreciation and dedication. It is an honor to have impact. Please join us and applaud louder. Yes, my mentor, Sir Eldos PJ is known for. Please join us. Samaria Origami first prize. Dedication. Our children not only showcase their പരസ്യത്തിൽ എന്നെ കുറച്ച് നാൾ മുൻപ് അഭിനയിപ്പിച്ചത് ഈ പരിപാടിയെ ലക്ഷ്യമാക്കിയാണ്. അദ്ദേഹം ആ ഓഫീസിലല്ല ഇരിക്കുന്നത്, കൂടുതലും ഈ സ്കൂളിൽ ഓഫീസിലാണെന്നുള്ളത് ഞാൻ അറിയാം. അപ്പോൾ വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു അത്. അപ്പോൾ അതിനുശേഷമാണ് ആദ്യമായിട്ട് അതൊക്കെ ബൃഹത്തായ രീതിയിൽ നമ്മൾ കാണുമ്പോൾ ഒരു 3-4 മണിക്കൂർ പരിപാടിയായിരിക്കും. പക്ഷെ എൽദോസ് പറഞ്ഞപ്പോഴാണ് അറിയുന്നത് 1 മാസത്തെ തയ്യാറെടുപ്പ് പറയും. വേറെ എൽദോസ്, ഇതാണ് എൽദോസ്, മറ്റത് വേറെ. അപ്പൊ ഇത് MLA, അത് ഇവിടുത്തെ സെക്രട്ടറി. അപ്പൊ ഒറിജിനൽ എൽദോസിനെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒറ്റ വാക്കിലെ എല്ലാ എൽദോസിനും 10 ബേസിലിനും ഞാൻ സ്വാഗതം പറയുന്നു. ഒരിക്കലും ഇന്ന് നമ്മളെ കുഞ്ഞുങ്ങളോട് പറയരുത്, മിണ്ടാതിരിക്കരുത്. കാരണം ഇന്ന് അവരുടെ ദിവസമാണ്. ഇന്ന് ഞാൻ സന്തോഷിക്കുന്നത് മറ്റൊന്നുമല്ല, 95% പേരും ഈ വേദിയിൽ കയറുന്നുവെന്നല്ല, എന്നെ ആ 4 കണ്ണുകൾ കാണുന്നുണ്ടോ എന്നുള്ളതാണ്. എൻ്റെ അപ്പൻ്റെ 2 എല്ലാ പാരൻസിനും ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു. കാരണം ഇതാണ് വേണ്ടത്. ഈ ഒരു ദിവസം, ഈ ഒരു രാത്രി നമുക്ക് തിരിച്ചു കിട്ടില്ല. നമ്മുടെ കുഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ തിരുമേനിയും ചോപ്പിട്ടിട്ടാണ് വന്നത്. പിന്നീടാണ് മനസ്സിലായത് അത് ഇവിടുത്തെ ഇന്നത്തെ ഒരു കളറാണ്, ഇത് ഇന്നത്തെ ഒരു ഡ്രസ് കോഡാണെന്ന് മനസ്സിലായി. കാരണം കാർപ്പറ്റ് എല്ലാം നോക്കുമ്പോൾ നമ്മുടെ ഒരു പാർട്ടി സമ്മേളനത്തിൻ്റെ ഒരു ഫീലുണ്ട്. അപ്പോൾ ഇവിടെ ആരാണ് പറഞ്ഞത്? വേണ്ട, തിരുമേനി ഉദ്ഘാടനം ചെയ്ത കാര്യം മറന്ന്, ലൂർദ് മാതാവിന് കിരീടം വെക്കണ കാര്യം പറഞ്ഞപ്പോൾ അപ്പം തന്നെ പറഞ്ഞ്. സിനിമ നിങ്ങളുടെ ദിവസം, അത് ആരുടെ കുറ്റമല്ല, നമ്മൾ റിപ്പീറ്റായിട്ട് ഇവരെ കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് സെൻസ് വേണം, സെൻസിറ്റിവിറ്റി വേണം, സെൻസിബിലിറ്റി വേണം. അതാരാ പറഞ്ഞത്? മമ്മൂട്ടി. നിപ്പവും മോനെ ദിനേശ, അതാരാ പറഞ്ഞത്? കാരണം ഇതൊന്നും നമ്മൾ പഠിച്ചതല്ല, ആരും പഠിപ്പിച്ചിട്ടുമില്ല. എന്നാൽ പഠിച്ച കാര്യമൊന്നും ഓർമ്മയില്ല. ഇവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലുള്ള പരിപാടികൾക്ക് പ്രത്യേകിച്ച് എല്ലാ സ്കൂളുകളിലും എന്നെ പോലുള്ള സിനിമാക്കാരെ വിളിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. കാരണം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവരുടെ മനസ്സിലുണ്ടാവും. ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ അത് നിങ്ങളുടെ മനസ്സിൽ വയ്ക്കേണ്ടത് തന്നെയാണ്. ഈ കുഞ്ഞുങ്ങളാണ് നമ്മുടെ എല്ലാം എന്ന് പറയുന്നത്. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പം എനിക്ക് തന്ന കയ്യടിയല്ല, അവർ പെർഫോം ചെയ്യുമ്പോൾ എനിക്ക് തന്നതിൻ്റെ ഇരട്ടി കയ്യടിയാണ് അവർക്ക് കൊടുക്കേണ്ടത്. 2 പെൺകുട്ടികളുണ്ട്, ഒരാണുണ്ട്. നല്ല പ്രൊഡക്ഷൻ കമ്പനിയാ. റെയിൻ കട്ടറെ ഒരു പെണ്ണ്, അതല്ല, അത് ഞാൻ പറഞ്ഞു, നല്ല കമ്പനിയാ. കുറച്ച് മുമ്പും പറഞ്ഞു ഒരു പുരോഗതിയില്ലാന്ന്. വികാരി അച്ഛൻ പറഞ്ഞ ഒരു പുരോഗതി ഇല്ലാത്ത ഒരു നാടായിരുന്നു ഇത് 22 വർഷമായിട്ട്. ആരാ പുരോഗതി ഇല്ലാന്ന് പറഞ്ഞത്? ഇങ്ങനെ ഒരാൾ പോരെ. അപ്പൊ അത് ബ്ലസ്ഡ് ആണ്, ദൈവത്തിന്റെ അനുഗ്രഹമാണ് കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ആ പെൺകുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാൻ പാടുന്നത്. ഒരിത്തിരി വെള്ളം തരണേ എനിക്ക്. വോളിയം പൊന്നോളല്ലേ
നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തൊരു കൈയടിയാണ്. ഒരപേക്ഷയും കൂടിയുണ്ട്. നമ്മളിവിടെ ഇരിക്കുന്നവർ 2 അടിക്കുന്ന ആൾക്കാരും സിഗരറ്റ് വലിക്കുന്നവരും അപ്പൊ എല്ലാവരും ഹലോ പ്രേമത്തെ സൃഷ്ടിച്ച കർത്താവിന് സ്തുതി. പൂങ്കാറും പൂന്തന്നലും പുൽമേടും വാനവും നിന്നെയും സൃഷ്ടിച്ച കർത്താവിന് സ്തുതി. എല്ലാവരും കേൾക്കുക. ജഗം മുഴുവൻ നീയെ, മൊത്തം ഉലകം നീയെ, കാറ്റും തണലും നീയെ, നീയെ നീയെ. കത്തും മുറിവും നീയെ, തെറ്റും ശരിയും നീയെ, കനവും കഥയും നീയെ, നീയെ നീയെ. ഉടലും മുഴുവൻ നീ മൂടിയ നീല ശ്വാസം മുട്ടുന്നേ, ഇടയുന്നേ. പറയും വാക്കും നീ കണ്ണിലെ നോട്ടം മെല്ലെ കൊല്ലുന്നേ, ഉരുകുന്നേ. ക്ഷീണിച്ച് പകരം ഞാൻ എന്ത് തരാനായി, സ്നേഹത്താൽ കൊന്നു തരാനായി, ചുണ്ടാകും തോക്കിൽ നിന്നും കൊണ്ടെഴുതൊരുക്കാമേ. മരണം വരെ നീ ഓർക്കാൻ മരണം വരെ നീ ഓർക്കാൻ ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി. പ്രേമത്തെ സൃഷ്ടിച്ച കർത്താവിന് സ്തുതി. ഭോഗേന്ദ്രില്ല പൂതലും ഞാനാകും ഓർമ്മയും നിന്നുള്ളിൽ കാക്കുന്ന കർത്താവിന് സ്തുതി. ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി. പ്രേമത്തെ സൃഷ്ടിച്ച കർത്താവിന് സ്തുതി. പൂങ്കാവും പൂന്തന്നലും പുൽമേടും വാനവും നിന്നെയും സൃഷ്ടിച്ച കർത്താവിന് സ്തുതി. ഉടലും ഉയരും നീ മൂടിയ നേരം ശ്വാസം മുട്ടുന്നേ, ഇടയുന്നേ. പറയും വാക്കും നിൻ കണ്ണിലെ നോട്ടം മെല്ലെ കൊല്ലുന്നേ, ഉരുകുന്നേ. ക്ഷീണിച്ച് പകരം ഞാൻ എന്ത് തരാനായി, സ്നേഹത്താൽ കൊന്നു തരാനായി, ചുണ്ടാകും തോക്കിൽ നിന്നും കൊണ്ടെഴുതൊരുക്കാമേ. മരണം വരെ നീ ഓർക്കാൻ തകർത്തുള്ളവര്. ഇതിന്റെ അപ്പുറം ഒരു പെർഫോമൻസ് ഉണ്ട്. മോനോട് മുഖത്തെന്ത് പറ്റി? മുഖത്തെന്താ പറ്റിയത്? എന്തൊക്കെ മറന്നുപോയി. ഡാൻസിന്റെ ഇപ്പൊ ഒന്നും പറ്റിയതല്ല അല്ലേ? അല്ല, പേരെന്താണ്? ലിയോ. ഓക്കെ. മോന്റെ പേരെന്താ? എന്താ കൊണ്ടുപോകും? ചുമയുടെയൊക്കെ വരുന്നു ധരിച്ചു വിളിക്കും. ഒരു കുഞ്ഞായി വേണ്ടിയിട്ടുണ്ട്. അവളുടെ പേരെന്താണ്? വിഗീത. ഒരു കാര്യം ചോദിച്ചാൽ ആരും സമ്മതിക്കില്ല. അപ്പൊ തന്നെ മറുപടി പറയാണ്. എല്ലാ ടീച്ചേഴ്സും അറിയുന്നു. ഇവിടെ ഈ കുട്ടികൾ ഡാൻസ് ചെയ്യുമ്പോൾ പല ടീച്ചേഴ്സിനെയും സ്റ്റെപ്പ് വെക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ശമ്പളം തട്ടിയോന്ന് വിചാരിച്ചിട്ട് ഡാൻസ് ചെയ്തില്ല. ഇനി അതൊന്നും നോക്കണ്ട. ഇന്ന് നമ്മുടെ ദിവസം ആംഗിളിന്റെയാണ് അടിച്ചു തകർക്കുന്നതാണ്. അച്ഛന്മാരെ നോക്കണ്ട, പ്രിൻസിപ്പലെ നോക്കണ്ട. ഓക്കെ. അപ്പോ ഇതുപോലെ ജീവിതം മുഴുവൻ ഈ കുഞ്ഞുങ്ങൾ ആഘോഷിക്കട്ടെ, സന്തോഷിക്കട്ടെ. അവരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. ഞാൻ ഇനി അധികം നീട്ടുന്നില്ല. വളരെ വൈകിയിരിക്കുകയാണ്. കാരണം ഇവരുടെ പെർഫോമൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഇത്രയും പേര് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം പോകും. അതുകൊണ്ട് ഞാൻ ഇവർക്കൊരു സൂചന കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ്. ഇൻഷാല്ലാഹ്. താങ്ക് യു. ആനുവൽ ഡേ സെലിബ്രേഷൻസ് ഭംഗിയായി മുന്നേറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ വാർത്ത അവസാനിപ്പിക്കുന്നു. Malarwadi State ബാലചിത്ര രചന കോമ്പറ്റീഷൻ 2024 district level. മികച്ച ചിത്രം. Give them a wide round of applause.
June 2K24. The event created a sense of excitement and joy with a varieties of children's programs, making the day more colorful. Good teaching is more a giving of right questions than a giving of right answers. We wish to embark on our fulfillment.
കണ്ടു ഡാൻസ്. ടിനി ടോമിനോട് എന്താ പറഞ്ഞേ? ടിനി ടോമിനോട് എന്താ പറഞ്ഞേ? ടിനി ടോമിനോട് വീട്ടിൽ 5 പിള്ളേരുണ്ടെന്നോ? എടി അണ്ണ അണ്ണ ആർക്കാ പനി? ആർക്കാ? കൊച്ചിനെ മുട്ടൻ പനിയായിരുന്നു. മുട്ടൻ പനിയായിരുന്നു. അത് കാരണം രാവിലെ നല്ല പനിയായിരുന്നു. അവൾക്ക് അവളുടെ ഒരു ആഗ്രഹം വേണ്ടി വന്നതാണ്. ആഗ്രഹം കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു, കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു, വീട്ടിൽ പോകുന്നു. 8 മണിയായിട്ടുള്ളൂ. പരിപാടി എന്തായാലും തീരുവൊരു 12 മണിയെങ്കിലും ആവും. നമ്മൾ നേരത്തെ വീട്ടിൽ പോവാം. റിസ്ക് എടുക്കാൻ വയ്യ. പനിയാണ് പനിക്കാരി. Business Studies and Informatics Practices. Mikhail Ilduz, Sport Centerman, Informatics. ഫീവർ ഡേ.